നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ടീച്ചറിനെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ മോളാണ്. പത്മ ടീച്ചർ നിങ്ങളുടെ മോളോ? അജിതേ, ഇതൊന്ന് നോക്കിക്കോണേ. എനിക്ക് ഒന്ന് ബാത്റൂമിൽ പോണം. ഗുഡ് മോർണിംഗ് മാഡം. ആ, പത്മ ടീച്ചറോ? ടീച്ചറെ അകത്തോട്ട് കയറണ്ട, ആകെ പൊടിയാ. ഞാൻ തന്നെ തുമ്മി തുമ്മി വല്ലാണ്ടായി. കുറച്ച് പണം തന്നു വിട്ടിട്ടുണ്ട്, മാമിന്റെ അടുത്ത് തരാൻ പറഞ്ഞു. ആ, അതിവിടുത്തെ ഒരു ജോലിക്കാരിയുടെ ശമ്പളമാ. അതെ, നിങ്ങൾ ചോദിച്ച ആളുടെ ശമ്പളം എത്തിയിട്ടുണ്ട്. ഓ, പത്മ ടീച്ചറുടെ കയ്യിലുണ്ട്. അവരോട് വന്ന് വാങ്ങിച്ചോളാൻ പറ. ഓ ശരി. പത്ത് 30 കൊല്ലത്തെ ഫയലാ. ഇപ്പൊ ഇത് അക്കൗണ്ട് ചെയ്യണോന്ന് പറഞ്ഞിരിക്കുക. പെട്ടൂന്ന് പറഞ്ഞാ മതിയല്ലോ. പത്മ ടീച്ചറെ കുറിച്ച് കുട്ടികൾക്കൊക്കെ നല്ല അഭിപ്രായ. എന്റെ തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടിയുണ്ട്, അഭിറാം. അവൻ എപ്പോഴും ടീച്ചറെ കുറിച്ച് പറയും. ആന്റി, ആന്റി, വാർഡൻ വിളിക്കുന്നു. ശമ്പളം വന്നിട്ടുണ്ട്, ചെന്ന് വാങ്ങിക്കോളാൻ പറഞ്ഞു. ആന്റി, ആന്റി. മാഡം, അവര് ബാത്റൂമിലാ. വിളിച്ചിട്ട് തുറക്കുന്നില്ല. മാം, എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. എന്തെടുക്കുവാണോ ഇവര്? മേടിച്ചു വച്ചേക്കാം. ഇങ്ങ് തന്നേക്ക്. ആ, ഓക്കെ മാഡം. എന്നാ ശരി മാം. ശരി ടീച്ചറെ. പിടിക്ക്. പത്മ ടീച്ചറിനെ കണ്ടപ്പോ എന്തിനാ മറഞ്ഞു നിന്നേ? മറഞ്ഞു നിന്നതല്ല, ബാത്റൂമിൽ പോയി. ഞാൻ ഈ ജോലി തുടങ്ങിയിട്ട് കുറെ നാളായി. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ അതിന്റെ അർത്ഥം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. പത്മ ടീച്ചറിനെ നിങ്ങക്ക് മുമ്പേ അറിയാവോ? അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ അവരുടെ കയ്യിൽ നിന്ന് കടവോ മറ്റോ വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല മാഡം.
ശരി, ഞാൻ പത്മ ടീച്ചറിനോട് തന്നെ ചോദിച്ചോളാം. മാഡം, പത്മ ടീച്ചറിനോട് എന്റെ കാര്യം പറയരുത്. അതെന്താ? എന്താ പ്രശ്നം? ടീച്ചറിനെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ മോളാണ്. ഏ, പത്മ ടീച്ചർ നിങ്ങളുടെ മോളോ? പിന്നെന്തിനാ നിങ്ങൾ ഈ ജോലിക്ക് വരുന്നത്? ഞങ്ങൾക്ക് കുറച്ച് കടങ്ങളും മറ്റുമുണ്ട്. മോള് തനിച്ച് പണിയെടുത്ത് അതെല്ലാം കൂടി വീട്ടിൽ തീർക്കാൻ പറ്റില്ല. അവൾക്കൊരു സഹായമായിക്കോട്ടെ എന്ന് കരുതിയ ഞാൻ ഇവിടെ വരുന്നത്. അത് മാഡം അവൾ അറിഞ്ഞാൽ സമ്മതിക്കില്ല. ഐ എം സോറി, ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയില്ല. ചിലപ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഐ എം റിയലി സോറി. ഏയ്, അതൊന്നും കുഴപ്പമില്ല. ഇക്കാര്യം പറഞ്ഞതുകൊണ്ട് മാഡം എനിക്കൊരു പ്രത്യേകതയും തരണ്ട. ഇവിടുത്തെ ജോലിക്കാരുടെ കൂട്ടത്തിൽ തന്നെ എന്നെ ഉൾപ്പെടുത്തിയാൽ മതി. ഒറ്റ നോട്ടത്തിൽ എല്ലാവരെയും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്ന ആളാ ഞാൻ. പക്ഷെ ചിലര്, നിങ്ങളെപ്പോലുള്ളവര്, ആ തോന്നലിനെ അങ്ങ് തോൽപ്പിച്ചു കളയും. പത്മ, ഏയ്, എടോ, എത്ര നാളെ താനിങ്ങനെ ഓടി വിളിക്കും? കാർത്തിക്, നിങ്ങൾക്ക് എന്താ കോമൺ സെൻസ് ഇല്ലേ? നിങ്ങളോടും കുടുംബത്തിനോടും എനിക്ക് പറയാനുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അച്ഛനും അമ്മയ്ക്കും അത് ഭയങ്കര വിഷമായി. പക്ഷെ ഞാൻ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്റെ വിവാഹകാര്യം എത്ര വൈകിയാലും എന്റെ തീരുമാനം തന്നെ അവർ അംഗീകരിക്കും. അതുകൊണ്ട് പത്മ, താൻ ആലോചിക്കാൻ ഇനിയും സമയമെടുത്തോളൂ. പക്ഷേ എന്റെ ജീവിതത്തിൽ പത്മയല്ലാതെ മറ്റൊരാളെ ഞാൻ വിവാഹം കഴിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.